പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണമെന്ന് ഇന്ത്യക്കാരെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ലെങ്കിൽ അടുക്കള പൂട്ടുമെന്ന് കരുതിയോ? ഇല്ല. ഇന്ത്യക്കാരുടെ ഭക്ഷണ രീതി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആഗോള പാചകവാതക ക്ഷാമം വിപണിയിലെ റെഡി ടു ഈറ്റ് ഫ്രോസൺ ഫുഡ് മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത് അപ്രതീക്ഷിത കുതിപ്പാണ്. എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഗ്യാസ് ലാഭിക്കാൻ ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് പെട്ടെന്ന് പാകം ചെയ്യാവുന്ന ഭക്ഷണങ്ങളെയാണ്. തായ് കറി പേസ്റ്റുകൾ, ബിരിയാണി കിറ്റുകൾ, ഫ്രോസൺ സ്നാക്സ്, ഇൻസ്റ്റന്റ് മീൽസ് എന്നിവയുടെ വിൽപ്പനയിൽ പ്രതിമാസം 20% വരെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രീമിയം ഗ്രോസറി റീറ്റെയിലറായ ലെ മാർഷെ വക്താവ് കരൺ അഹൂജ പറയുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ 10 മുതൽ 12% വരെ വർധനമുണ്ടായെന്നും ഡിമാൻഡ് മുന്നിൽ കണ്ട് സാധനങ്ങൾ കൂടുതലായി സ്റ്റോക്ക് ചെയ്യുകയാണെന്നുമാണ്. ഏഷ്യൻ പാക്കേജ്ഡ് ഫുഡ് ബ്രാൻഡായിട്ടുള്ള മോയ്സോയുടെ സ്ഥാപകൻ ദേബ് മുഖർജി വ്യക്തമാക്കുന്നത് അവരുടെ തായ് കറി പേസ്റ്റിന് കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിൽപ്പനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാണ്. LT ഫുഡ്സിന്റെ ദാവത്ത് ബിരിയാണി കിറ്റുകൾക്കും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. മദർ ഡയറി അവരുടെ ഫ്രോസൺ പച്ചക്കറികളുടെ പരസ്യങ്ങൾ വീണ്ടും സജീവമാക്കി. ഒപ്പം ഇൻഡക്ഷൻ കുക്കറുകൾ പ്രൊമോട്ട് ചെയ്യാൻ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടും രംഗത്തെത്തി കഴിഞ്ഞു. ഗൾഫ് മേഖലയിൽ തുടരുന്ന യുദ്ധം ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതോടെയാണ് ഒരാഴ്ച മുൻപ് ഇന്ത്യയിൽ LPG പ്രതിസന്ധി രൂക്ഷമായത്. ഹോട്ടലുകൾ, മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ, കോർപ്പറേറ്റ് ക്യാന്റീനുകൾ എന്നിവയെല്ലാം തന്നെ ഗ്യാസ് കിട്ടാതെ വലഞ്ഞു. മാർച്ച് 5-ന് വാണിജ്യ ആവശ്യങ്ങളെക്കാൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകിയപ്പോൾ പല നഗരങ്ങളിലെ ഹോട്ടലുകളിലും ക്ഷാമമുണ്ടായി. അതിപ്പോഴും തുടരുന്നുമുണ്ട്. ചിലയിടങ്ങളിൽ LPG സിലിണ്ടറുകളുടെ വില 30% വരെ കുതിച്ചുയർന്നിട്ടുണ്ട്. ഇതോടെയാണ് ആളുകൾ അതിവേഗം ബദൽ മാർഗങ്ങൾ തേടി തുടങ്ങിയത്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് റെഡി ടു ഈറ്റ് വിപണി വൻ കുതിച്ചുചാട്ടം നടത്തിയിരുന്നു. പിന്നീട് അത് സാധാരണ നിലയിലായെങ്കിലും ഇപ്പോഴത്തെ ഈ മാറ്റം ഉപഭോക്താക്കളുടെ ശീലങ്ങളെ ശാശ്വതമായി മാറ്റിയേക്കാമെന്നാണ് വ്യവസായ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. വെറും ഇൻസ്റ്റന്റ് ഫുഡ് മാത്രമല്ല, പ്രോട്ടീൻ, ഓട്സ്, മില്ലറ്റ്, മ്യൂസ്ലി തുടങ്ങിയ ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിച്ചതായി ഡോക്ടേഴ്സ് ചോയ്സ് സ്ഥാപകൻ അങ്കിത് ഝാ ചൂണ്ടിക്കാട്ടുന്നു. ഗ്യാസ് ക്ഷാമം ഭക്ഷണത്തിൽ മാത്രമല്ല, ആളുകളെ ഇൻഡക്ഷൻ സ്റ്റൗകളിലേക്കും ഇലക്ട്രിക് കുക്കിംഗ് ഉപകരണങ്ങളിലേക്കും മാറാനും പ്രേരിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഗ്യാസ് സിലിണ്ടർ ക്ഷാമം ഇന്ത്യക്കാരുടെ അടുക്കളയുടെ താളം തെറ്റിച്ചില്ല എന്ന് മാത്രമല്ല, പാചക രീതികളിൽ പുതിയൊരു ശീലം തുടങ്ങി വെക്കുകയും ചെയ്തു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന കമ്പനികൾക്ക് ഈ ക്ഷാമം ഒരു വമ്പൻ ലോട്ടറിയായി മാറിയിരിക്കുകയാണ്. ഗ്യാസ് ഇല്ലെങ്കിലും ഇന്ത്യക്കാരുടെ തീന്മേശയിൽ വിഭവങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക് മലയാളം.